സ്മാരകം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പഴക്കം ചെല്ലുന്തോറും അതിൻ്റെ ആഴം കൂടും. ചരിത്രം സ്മാരകങ്ങളെ അമൂല്യമാക്കുന്നു. ഒരു കാലഘട്ടത്തിനുണ്ടായ വിപ്ലവത്തിൻ്റെ തുടർച്ച നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുമ്പോൾ അതൊരത്ഭുതമാണ്. അങ്ങനെയുള്ള സ്മാരകങ്ങൾ കാലത്തിനും വ്യക്തികൾക്കും അതീതമായി നിലനിൽക്കുന്നു. സ്മാരകത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ അതിന് കാരണമായ സ്മാരകത്തിൻ്റെ മൂല്യം തന്നെയാണ് തെളിയിക്കുന്നത്. അതൊരു സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പാണ്. അങ്ങനെ വരുമ്പോൾ പള്ളിപ്പുറം പള്ളി എന്ന് പറയുന്നത് കാലത്തിന് അതീതമായി നിൽക്കുന്ന മൂല്യവത്തായ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ്. പള്ളിപ്പുറത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തലമുറകളോളം കൈമാറി കിട്ടിയ പൈതൃകമാണ് പള്ളിപ്പുറം പള്ളി. കടൽ കടന്നെത്തിയ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയാണ് പള്ളിപ്പുറത്തെ വിശ്വാസികളുടേത്. പള്ളിപ്പുറത്തിൻ്റെ ഗതകാല സ്മൃതികളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാശ്ചാത്യ മേൽക്കോയ്മയും വിശ്വാസത്തിൻ്റെ മൂടൽമഞ്ഞും കാണാൻ സാധിക്കും. പ്രഭാത പറവകളുടെ ഉണർത്തുപാട്ടുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന മണിമേടയിൽ നിന്നും കേൾക്കുന്ന മണിനാദങ്ങൾ, പള്ളിയിലേക്ക് നടന്നു തീർത്ത വഴിത്താരകളിൽ പിൻപറ്റിയ സ്മരണകൾ, കൈപിടിച്ച് പിച്ചവെച്ച ബാല്യത്തിൻ്റെ ഓർമ്മകൾ, ആത്മീയ ആരംഭത്തിൻ്റെ ആദ്യ അടയാളങ്ങൾ, ഇടംകൈയിൽ കുസൃതിയും വലങ്കൈയിൽ മധുരവും ഒളിപ്പിച്ച കാൽപ്പനീയ ഭാവങ്ങൾ, അനിവാര്യമായ മാറ്റപ്പെടലുകൾക്കിടയിൽ അവശേഷിക്കുന്ന പ്രതീക്ഷാത്തിരിനാളങ്ങൾ. മനസ്സിലേക്ക് ഇറ്റുവീഴുന്ന പ്രത്യാശയുടെ മഞ്ഞിൻ കണങ്ങൾ, എരിഞ്ഞു തീരുന്ന മാതൃത്വത്തിൻ്റെ കണ്ണുനീർപ്പാടുകൾ, പള്ളിമുറ്റത്ത് എന്നും നമ്മെ മൂടുന്ന മൂടൽ മഞ്ഞിൻ്റെ കുളിർമ, പള്ളിയങ്കണത്തിൽ തെളിയുന്ന പങ്കുവെക്കലിൻ്റെ കൂട്ടായ്മകൾ, ഹൃദയമിടിപ്പിൽ അലിഞ്ഞു ചേർന്ന തിരുനാൾ ദിനങ്ങൾ, സങ്കീർണതകളിലൊപ്പം നിന്ന കാരുണ്യത്തിൻ്റെ അമ്മ മനസ്സ്. ഇതൊക്കെ ഏതൊരു പള്ളിപ്പുറത്തുകാരൻ്റെയും മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഇളങ്കാറ്റ് വീശുമ്പോൾ ആടിയുലയുന്ന ഓർമ്മകളാണ്. പള്ളിപ്പുറം പള്ളി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻകര എന്ന ദ്വീപിലാണ്. പ്രകൃതി ഭംഗിയാൽ സമ്പുഷ്ടമായ വൈപ്പിൻകര എന്ന ദ്വീപിൻ്റെ വടക്കേ അറ്റത്ത് പുഴയ്ക്ക് അഭിമുഖമായാണ് പള്ളിപ്പുറം പള്ളി സ്ഥിതി ചെയ്യുന്നത്. വൈപ്പിൻകര എന്ന ദ്വീപ് രൂപപ്പെട്ടിട്ട് ഏകദേശം 7 നൂറ്റാണ്ടേ ആവുന്നുള്ളൂ. 5 നൂറ്റാണ്ട് മുൻപാണ് പള്ളിപ്പുറം പള്ളി സ്ഥാപിച്ചത്. അതിനുമൊക്കെ അപ്പുറം നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകുമ്പോൾ വൈപ്പിൻകരയുടെ രൂപീകരണത്തിന് മുൻപ് അറബിക്കടലിന് അഭിമുഖമായി കിടന്നിരുന്നത് പുരാതനവും ലോകത്തിലെ തന്നെ പ്രധാന വിപണന കേന്ദ്രവുമായിരുന്ന മുസരീസ് എന്ന പട്ടണമായിരുന്നു. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. പ്രധാനമായും ഇവിടുത്തെ മലഞ്ചരക്ക് സാധനങ്ങളാണ് മാംസപ്രിയരായിരുന്ന വിദേശികൾ ലക്ഷ്യം വെച്ചിരുന്നത്. പല ചരിത്രപ്പിറവികൾക്കും മുന്നോടിയായി
പല പ്രകൃതി മാറ്റങ്ങളും ഭൂമിയിൽ സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ നിത്യതയുടെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭൂമി സ്വയം ശുദ്ധമാകുന്നതുമാകും. ആയിരത്തി 341 വെള്ളപ്പൊക്കം മൂലമുള്ള വൈപ്പിൻകരയുടെ സൃഷ്ടി പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയുള്ള അൾത്താര രൂപീകരണമായിരിക്കാം പ്രകൃതി നടത്തിയത്. മുസിരിസ് പട്ടണം മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നതും വൈപ്പിൻകര എന്ന ഭൂവിഭാഗത്തിൻ്റെ പിറവിയും വെള്ളപ്പൊക്കത്തിൻ്റെ പരിണിത ഫലമായി മാറി. കടൽ വെച്ച കര എന്ന അർത്ഥത്തിൽ വൈപ്പുകര എന്നും മണപ്പാട്ട് തുരുത്ത് എന്നും ആദ്യകാലത്ത് വൈപ്പിൻകരയ്ക്ക് പേരുകളുണ്ടായിരുന്നു. കാലക്രമേണ മനുഷ്യവാസയോഗ്യമായപ്പോൾ കൊച്ചി രാജാവ് ഈ ദ്വീപ് ക്ഷേത്രങ്ങൾക്ക് കൊടുത്തു. ഇവിടുത്തെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് ക്ഷേത്രക്കാർ ഇവിടെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇത് ഇവിടെ ക്രിസ്ത്യാനികൾ വരുന്നതിന് ഒരു നിമിത്തമായി. ക്ഷേത്രക്കാർ ഇവിടെ കൃഷി ചെയ്യാൻ സമീപ പ്രദേശങ്ങളിലെ ക്രിസ്ത്യാനികളെ വിളിച്ചു വരുത്തി. ഇവർ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തുരത്തപ്പെട്ട ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികളുടെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാല്യങ്കരയിൽ വന്നിറങ്ങുകയും കേരളത്തിലുടനീളം സുവിശേഷ പ്രസംഗങ്ങളും മതപരിവർത്തനങ്ങളും നടത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു. 9-10 നൂറ്റാണ്ടുകളിൽ സാമൂതിരിയുടെ ഒത്താശയോടുകൂടി കോഴിക്കോട്ട് നിന്നും മുസ്ലിങ്ങൾ വ്യാപാര കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂർ ആക്രമിച്ചു. ഇന്നത്തെ കോട്ടപ്പുറം പള്ളിക്ക് പടിഞ്ഞാറുമാറിയുണ്ടായിരുന്ന മാർത്തമറിയം ദേവാലയവും മാർത്തോമ ദേവാലയവും അഗ്നിക്കിരയാക്കുകയും ക്രിസ്ത്യാനികളെ കൊള്ളയടിക്കുകയും ചെയ്തു. തന്മൂലം ക്രിസ്ത്യാനികൾ ചേന്നമംഗലം, വടക്കംപുറം, മാല്യങ്കര എന്നീ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ഇവരാണ് പിന്നീട് വൈപ്പിൻകരയിലേക്ക് കുടിയേറി പാർക്കാൻ ക്ഷണിക്കപ്പെട്ടത്. ആദ്യകാലത്ത് ജനങ്ങൾക്ക് ആത്മീയ ആവശ്യങ്ങൾക്കായി വൈപ്പിൻകരയിൽ ദേവാലയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാല്യങ്കര ദേവാലയത്തെയും പറവൂർ ഇടപ്പള്ളി ദേവാലയങ്ങളെയുമാണ് ആത്മീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് പള്ളിപ്പുറത്തിന്റെ തീരത്തണഞ്ഞ മരക്കുരിശ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പിന്നീട് കണ്ടെടുത്തിരുന്നു. അതിലവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹയുടെ കരങ്ങളാൽ മാല്യങ്കരയിൽ സ്ഥാപിക്കപ്പെട്ട കുരിശ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയതാണെന്ന് അവർ വിശ്വസിക്കുകയും അതിവിടെ സ്ഥാപിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തു. ഇവിടെ ആദ്യം കുടിയേറിയ ക്രിസ്ത്യാനികളാൽ സ്ഥാപിക്കപ്പെട്ട ആ മരക്കുരിശ് അന്നത്തെ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് പള്ളിപ്പുറത്തിന്റെ തീരത്തണഞ്ഞത് ഒരു നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ദൈവത്തിന്റെ പരിപാലനയായിരിക്കാം. ചെളിയിലും മണ്ണിലും പെട്ട് പുതഞ്ഞു കിടന്നിരുന്ന ആ കുരിശിന്റെ കണ്ടെത്തൽ ഇവിടത്തെ ക്രിസ്ത്യാനികളുടെ ആത്മീയതയുടെ കണ്ടെത്തലായി തന്നെ പിന്നീട് മാറി. പള്ളിപ്പുറത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതൊരു വിശ്വാസത്തിന്റെ അടിത്തറയായിരുന്നു. മുക്കുവരായ ക്രിസ്തു ശിഷ്യന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും നാമധേയത്തിൽ അവിടെ കപ്പേള സ്ഥാപിച്ചതുവഴി അന്നത്തെ ജനങ്ങൾക്ക് ആ കുരിശിനോടുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ പോലെ തന്നെ അന്നും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടൊരു ജീവിതശൈലി അവർക്കുണ്ടായിട്ടുണ്ടാകും. ഇന്ന് ആ മരക്കുരിശ് അവിടെയില്ല.
വളരെ നാൾ മുൻപ് തന്നെ അത് നാമാവശേഷമായിരുന്നു. ഇന്നതൊരു കപ്പേള അല്ലെങ്കിലും കടലാറ്റ് കുരിശിന്റെ ഓർമ്മപ്പെടുത്തലായി ആ കപ്പേള കെട്ടിടം നിലനിൽക്കുന്നു. പള്ളിപ്പുറത്തെ ജനങ്ങളുടെ ക്രിസ്തീയതയ്ക്ക് അടയാളമാവുക എന്ന നിയോഗമായിരിക്കണം ആ കുരിശിൻ്റേത്. അത് ഭംഗിയായി നിർവഹിച്ച ശേഷമായിരിക്കാം അത് മണ്ണോട് ചേർന്നത്. ആ മരക്കുരിശിന് ഒരാത്മാവുണ്ടെങ്കിൽ അതിന്ന് 2 കാരണങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഒന്ന്, പരിശുദ്ധ മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ അലിഞ്ഞു ചേരാൻ അതിന് ഭാഗ്യം ലഭിച്ചതുകൊണ്ട്. 2, ഇവിടുത്തെ ക്രൈസ്തവ ആത്മീയതയുടെ ആദ്യപടിയായി ദൈവം അതിനെ ഒരു നിമിത്തമാക്കിയതുകൊണ്ട്. ഈ കാലഘട്ടത്തിലും കടലാറ്റ് കുരിശിനെ കുറിച്ചുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോഴും തിരുനാൾ സമയത്ത് മത്സ്യബന്ധന സാമഗ്രികളും മറ്റും വിപണനം ചെയ്യുന്നത് ഈ മരക്കുരിശ് പള്ളിയുടെ മുന്നിൽ വെച്ചാണ്. ഇവിടെ നിന്നും വാങ്ങുന്ന വല, വഞ്ചി, പങ്കായം എന്നിവ കൊണ്ട് മത്സ്യബന്ധനം നടത്തിയാൽ ധാരാളം മത്സ്യം ലഭിക്കുമെന്ന് ഇന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. ഗവൺമെന്റ് മുതൽ പള്ളി വരെയും ബ്രിട്ടീഷുകാരുടെ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പെരുന്നാൾ തുടങ്ങുന്ന സമയത്ത് പെരുന്നാളിൻ്റെ അവസാനിക്കുന്ന വരെയും 1 മാസത്തേക്ക് ഞങ്ങൾ അവിടെ ചായക്കച്ചവടം നടത്തിയിരുന്നു. അത് ഈ വല, വഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതലായിട്ട് സെൻറ്റ് മേരീസ് സ്കൂളിൽ കൊണ്ടുവന്ന് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്ത് 1 മാസം ഉണ്ടാവും ഞങ്ങൾ അവിടെ. പെരുന്നാൾ തുടങ്ങിയാൽ പെരുന്നാൾ അവസാനിക്കുന്നവരെയും ഞങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. ജനങ്ങൾക്കിടയിൽ വേറൊരു വിശ്വാസവും കടലാറ്റ് കുരിശിനെ പറ്റിയുണ്ട്. 1497 വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തപ്പോൾ യാത്രാമധ്യേ 6 സ്ഥലത്ത് 6 കുരിശുകൾ സ്ഥാപിച്ചത് 1 ഇവിടെ ആയിരുന്നെന്ന് പറയപ്പെടുന്നു. എന്തു തന്നെയായാലും വൈപ്പിൻകരയിലെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ ചുവടുവെപ്പ് എന്ന നിലയിൽ കടലാറ്റ് കുരിശ് വളരെ പ്രധാനപ്പെട്ടതാണ്. പതിനാലാം നൂറ്റാണ്ട് വരെയും അന്തിയോക്യയിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള വിശ്വാസ സംഹിതകളെയാണ് കേരള ക്രൈസ്തവർ പിന്തുടർന്നിരുന്നത്. ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന് വ്യക്തമായ ഒരു ആത്മീയ നേതൃത്വം ഉണ്ടായിരുന്നില്ല. നിരവധി ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവർക്കിടയിലുണ്ടായിരുന്നു. ക്രിസ്തീയത അവരിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനോടനുബന്ധമായി മറ്റു മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇടകലർത്തിയുള്ള ഒരു ആത്മീയത ഉടലെടുത്തിരുന്നു. ആ സമയത്ത് ക്രിസ്ത്യാനികൾ പ്രബലമായ ഒരു വിഭാഗമായിരുന്നെങ്കിലും വ്യാപാര കാര്യങ്ങളിലും മറ്റും മുസ്ലിങ്ങൾക്കായിരുന്നു മേൽക്കൈ. ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായും ആധ്യാത്മികമായും സാമൂഹികമായും ക്രൈസ്തവർ അധപ്പതിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ട് മുതലുള്ള ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വളർച്ച കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദ്യം ഇവിടെ എത്തിയ കൊളോണിയൽ ശക്തി പോർച്ചുഗലായിരുന്നു. വാണിജ്യബന്ധം സ്ഥാപിക്കുക, ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നിവ അവരുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് നാവികൻ പെട്രോ അൽവാരസ് കബ്രാൽ മിഷണറിമാരുമായി വൈപ്പിനിലും പള്ളിപ്പുറത്തും 1500-ൽ തന്നെ എത്തിയിരുന്നു. ബ്രാഹ്മണ മതത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച മൈക്കൽ ദെ സാന്തമറിയ എന്ന നാട്ടുകാരനായ വ്യക്തിയുടെ സഹായത്താലാണ് പോർച്ചുഗീസ് മിഷണറിമാർ വൈപ്പിൻ ദ്വീപിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പോർച്ചുഗീസുകാർ കോട്ടയാണ് പള്ളിപ്പുറത്ത് ആദ്യം സ്ഥാപിച്ചത്. പള്ളിപ്പുറം കോട്ട എന്നാണ് ഇതറിയപ്പെടുന്നത്. ആയക്കോട്ട, അഴീക്കോട്ട, വൈപ്പിക്കോട്ട എന്നീ പേരുകളും ആദ്യകാലത്ത് പള്ളിപ്പുറം കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പോർച്ചുഗീസ് സ്മാരകങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് പള്ളിപ്പുറം കോട്ട.
1507 പരിശുദ്ധ കന്യാമാതാവിൻ്റെ നാമത്തിൽ പള്ളിപ്പുറത്ത് ദേവാലയം സ്ഥാപിച്ചത്. പറവൂർ ദേശക്കാരായ നെടുന്തളി കുടുംബത്തിലെ 2 മാർത്തോമ യുവാക്കൾ പള്ളിപ്പുറം പള്ളിയിലെ വൈദികരായി പ്രവർത്തിച്ചിരുന്നുവെന്ന് നെടുന്തള്ളി സ്വരൂപത്തിലെ രേഖകൾ കാണിക്കുന്നുണ്ട്. ഡോം ജോർജ് ഡിക്രൂസ് എന്നും ഡോം ജോൺ ഡിക്രൂസ് എന്നുമാണ് അവരുടെ പേരുകൾ. ഇവർ പോർച്ചുഗലിൽ വൈദിക പരിശീലനം നടത്തി റോമിൽ പോയി 13-ാം ഗ്രിഗറി മാർപ്പാപ്പയിൽ നിന്നും തിരുപട്ടം സ്വീകരിച്ചെന്ന് പറയപ്പെടുന്നു. 1502 പോർച്ചുഗീസ് നാവികൻ പെട്രോ അൽവാരസ് കബ്രാൾ 2-ാം പ്രാവശ്യം കൊച്ചിയിൽ വന്ന് മടങ്ങിയപ്പോഴാണ് അവരെ ഇവിടെ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. ഫ്രാൻസിസ് ആൽബുക്കർക്ക് എന്ന പോർച്ചുഗീസ് വൈസ്രോയി കൊച്ചി രാജാവിന് നൽകിയ ചിത്രങ്ങളിലൊന്നാണ് അദ്ദേഹം പള്ളിപ്പുറം ദേവാലയത്തിന് സമർപ്പിച്ചത്. ആ മനോഹരമായ ചിത്രമാണ് പള്ളിയുടെ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സാമൂതിരിയുടെ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചതിന് ഇവിടുത്തെ ക്രിസ്ത്യാനികളോടുള്ള നന്ദി സൂചകമായാണ് കൊച്ചി രാജാവ് ഇത് സമ്മാനിച്ചത്. പള്ളിപ്പുറം പള്ളിയിൽ നിന്നും അല്പം തെക്ക് മാറി പോർച്ചുഗീസുകാർ ബലിഷ്ഠമായ ഒരു കോട്ടയും കോളേജും പണിയുകയുണ്ടായി. ഇതാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന വൈപ്പിക്കോട്ട സെമിനാരി. 1574 വൈപ്പിക്കോട്ട സെമിനാരി ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെ വെച്ചാണ് ആദ്യകാലത്ത് വൈദിക പരിശീലനം നടത്തിയിരുന്നത്. കേരളത്തിലെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലമെന്ന നിലയിൽ വൈപ്പിക്കോട്ടയ്ക്ക് ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. അച്ചടിശാല സ്ഥാപിച്ചത് ജസ്യൂട്ട് മിഷണറിമാരായിരുന്നു. വൈപ്പിക്കോട്ടയുടെ സ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. 1584 ഈശോ സഭ വൈദികർ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സൗകര്യാർത്ഥം വൈപ്പിക്കോട്ട സെമിനാരി ചേന്നമംഗലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. മഞ്ഞുമാതാ പള്ളിയുടെ മുന്നിലായി പുഴയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന മാതാവിൻ്റെ കപ്പേളയും പോർച്ചുഗീസുകാർ തന്നെ നിർമ്മിച്ചതാണ്. പള്ളിപ്പുറം പള്ളിയുടെ വിശ്വാസ ചരിത്രത്തിൽ സമുദ്രവും പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. ആയിരത്തി 341 വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന് പള്ളിപ്പുറത്തിൻ്റെ തീരത്തണഞ്ഞ് കടലാറ്റുകുരിശ് പോലെ തന്നെ മാതാവിൻ്റെ ഒരു മനോഹരമായ ചിത്രവും പള്ളിപ്പുറത്തിൻ്റെ തീരപ്രദേശത്ത് പിൽക്കാലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതും പള്ളിപ്പുറത്തിൻ്റെ ക്രിസ്തീയ ചരിത്രത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഏറെ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ്. എണ്ണച്ചായ ചിത്രമാണിതെന്നത് അതിൻ്റെ പ്രത്യേകതയാണ്. ഈ ചിത്രമാണ് കപ്പേളയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് സിറിയൻ ക്രിസ്ത്യാനികളാണ് പള്ളിപ്പുറത്തുണ്ടായിരുന്നത്. ദുർമന്ത്രവാദം, കൂടോത്രം, തൊട്ടുകൂടായ്മ തുടങ്ങിയവ അവർക്കിടയിൽ ഉണ്ടായിരുന്നതായി പോർച്ചുഗീസുകാർ മനസ്സിലാക്കി. ഇത്തരം ദുരാചാരങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും തുടച്ചു മാറ്റുന്നതിനും കേരള ക്രൈസ്തവ സഭയെ റോമാ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി ഉദയം പേരൂരിൽ സുനഹദോസ് വിളിച്ചുകൂട്ടി. കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഉദയം പേരൂർ സുനഹദോസ്. സുനഹദോസാണ് കേരളത്തിൽ നിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് ആദ്യത്തെ ആഘാതം നൽകിയത്.
മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഹൈന്ദവരിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് സുനഹദോസിന്റെ ചില നയങ്ങൾ അവരുടെ കടുത്ത എതിർപ്പിന് കാരണമായി. ഉദയംപേരൂർ സുനഹദോസിന് ശേഷമാണ് പല പള്ളികളും സിറിയൻ റീത്തിൽ നിന്നും ലത്തീൻ റീത്തിലേക്ക് മാറിത്തുടങ്ങിയത്. പള്ളിപ്പുറം പള്ളിയും ഈ കാലഘട്ടത്തിലാണ് റീത്ത് മാറ്റം ചെയ്യപ്പെട്ടത്. ഡച്ചുകാരുടെ വരവോടുകൂടിയാണ് ഇവിടുത്തെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചത്. പിന്നീട് ഇവിടെ ഡച്ച് കൊളോണിയലിസം ആയിരുന്നു. കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തുന്നതിന് പുറമെ പള്ളിപ്പുറത്തെയും കൊടുങ്ങല്ലൂരിലെയും കോട്ടകൾക്ക് മീതെ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഡച്ചുകാരുടെ കീഴിലായതോടെ പോർച്ചുഗീസ് കോട്ട ഡച്ച് കോട്ട എന്നറിയപ്പെടാൻ തുടങ്ങി. പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത ഉള്ളവരായിരുന്നില്ല ഡച്ചുകാർ, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ മതാഭിമുഖ്യങ്ങളോട്. കടുത്ത പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളായിരുന്ന ഡച്ചുകാർ കൊടുങ്ങല്ലൂർ കോട്ടയും കൊച്ചിക്കോട്ടയും പിടിച്ചെടുത്തതിനു ശേഷം തകർക്കുകയും അതിനോടനുബന്ധിച്ചുണ്ടായ ദേവാലയങ്ങളും പാഠശാലകളും ഗ്രന്ഥപ്പുരകളുമൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പള്ളിപ്പുറത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ കുറേയേറെ സഹിഷ്ണുതയോടുകൂടിയാണ് ഡച്ചുകാർ പ്രതികരിക്കുന്നത്. പള്ളിപ്പുറത്തെ ഡച്ചുകാർ നവീകരിച്ച സെന്റ് റോക്കീസ് കപ്പേളയാണ് പിന്നീട് സെമിത്തേരി കപ്പേളയായി മാറിയത്. വിശുദ്ധ റോക്കിയുടെ കപ്പേള മാത്രമല്ല, പള്ളിപ്പുറം പള്ളിയുടെ പരിണാമവിധേയമായ വൈദിക മന്ദിരവും ഡച്ചുകാർ പണിത് നൽകിയതാണ്. കപ്പേളയും വൈദിക മന്ദിരവും പണിത് നൽകിയതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇതിനെ ഒരു ഐതിഹ്യമായി മാത്രമല്ല, ചരിത്ര സംഭവമായും കാണാം. ഡച്ചുകാരുടെ കാലത്ത് പള്ളിപ്പുറത്തിന് തെക്കുഭാഗത്ത് കുഴിപ്പിള്ളിക്ക് വടക്കു പടിഞ്ഞാറായി ഓടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ കപ്പൽ ഉറച്ചുപോയിരുന്നു. ഉറച്ചുപോയ കപ്പൽ രക്ഷപ്പെട്ടത് സെന്റ് റോക്കിയുടെ മാധ്യസ്ഥം മൂലമാണെന്ന് വിശ്വസിച്ച ഡച്ചുകാർ കപ്പേള പണിതു നൽകുകയായിരുന്നു. പിന്നീട് പള്ളിപ്പുറത്തുണ്ടായിരുന്ന സെമിനാരി കുഷ്ഠരോഗ ആശുപത്രിയാക്കി മാറ്റി. 1728 സ്ഥാപിച്ച കുഷ്ഠരോഗ ആശുപത്രി എന്ന് ഡച്ച് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെമിനാരിയുടെ പൂമുഖത്ത് ഇന്നും കാണാം. ഇപ്പോഴിത് യേശുവിൻ്റെ മണവാട്ടിമാരായ കർമ്മലീത്ത സന്യാസിനികളുടെ മേൽനോട്ടത്തിൽ കുരുന്നുകൾക്ക് വെളിച്ചമായി നിലനിൽക്കുന്നു. നാളത്തെ വാനിലെ നക്ഷത്രങ്ങളാവേണ്ട കുരുന്നുകൾക്ക് ലക്ഷ്യബോധത്തിൻ്റെ ചിറകുകൾ പകുത്തു നൽകുമ്പോൾ പെയ്തു തീർന്ന കാലഘട്ടത്തിൻ്റെ തനിയാവർത്തനം ഇവിടെ സംഭവിക്കുന്നു. ഈ വിദ്യാലയമുറ്റത്ത് തണലേകുന്ന ഈ അമ്മമരം പോലെ ഇവിടെ മുളയ്ക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് മേലെ അറിവിൻ്റെ കുട നിവർത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പര്യായങ്ങളായി മാറുന്നു ഈ സന്യാസിനികൾ. പള്ളിപ്പുറം പള്ളിക്ക് ഇന്നുള്ള അസ്തിത്വമുണ്ടാകുന്നത് പള്ളിപ്പുറം മാതാവിന് മഞ്ഞുമാതാവ് എന്ന പേര് വരുന്നതോടെയാണ്. ഇത് ഒരു ഐതിഹ്യമായി മാത്രം കാണാൻ പറ്റാത്ത ഒരു ചരിത്ര വസ്തുതയാണ്. മഞ്ഞുമാതാവ് എന്ന പേര് ഇത്രത്തോളം വിപുലമായിട്ടുണ്ടെങ്കിൽ ആ ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം ഇവിടുത്തെ ജനങ്ങളെ തലമുറകളോളം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
പള്ളിപ്പുറത്തെ വിശ്വാസികളുടെ വ്യക്തിത്വത്തിൽ തന്നെ അടിയുറച്ചുപോയ വിശ്വാസമാണിത്. ഈ കഥ പറയുമ്പോൾ പള്ളിപ്പുറത്തെ മണ്ണിലെ ഓരോ മൺതരികൾ പോലും വികാരനിർഭരമാണ്. വളരെ അഭിമാനത്തോടെ, അല്ലെങ്കിൽ അതിനതീതമായ വിശ്വാസത്തോടെ. ഈ ചരിത്രം അരങ്ങേറുന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലമായിരുന്നു അത്. ചെന്നെത്തിയ സ്ഥലങ്ങളെല്ലാം കീഴടക്കിയും നശിപ്പിച്ചുകൊണ്ടും മുന്നേറിയ ടിപ്പു ഒരു ഘട്ടത്തിൽ പള്ളിപ്പുറത്തുമെത്തി. പള്ളിപ്പുറം പള്ളി ആക്രമിക്കുക എന്ന ലക്ഷ്യം ടിപ്പു സുൽത്താനുണ്ടായിരുന്നു. അതിൽ പരിഭ്രാന്തരായ ജനങ്ങൾ പള്ളിപ്പുറത്ത് അഭയം പ്രാപിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് മാതാവ് പള്ളിക്കു ചുറ്റും ഒരു മൂടൽ മഞ്ഞ് സൃഷ്ടിച്ചുകൊണ്ട് പള്ളിയെയും അവിടുത്തെ ജനങ്ങളെയും രക്ഷിച്ചു. തുടർന്ന് ആക്രമിക്കാനാവാതെ വന്ന ടിപ്പു സുൽത്താൻ പിൻവാങ്ങിയെന്ന് ഇവിടുത്തെ വിശ്വാസികൾ ഏറെ വിശ്വാസത്തോടെ പറയുന്ന ഒരു ഐതിഹ്യമാണ്. ഓഗസ്റ്റിലെ ഇവിടുത്തെ തിരുനാൾ ദിനങ്ങളിൽ ചില സമയത്ത് അന്തരീക്ഷത്തിൽ ചെറിയ രീതിയിൽ മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് മഞ്ഞുമാതാവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കാണുന്ന വിശ്വാസികളുമുണ്ട്. പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ പെരുന്നാൾ തുടങ്ങിയാൽ മഞ്ഞുകൊണ്ട് ജനങ്ങളെ കാണാൻ പറ്റാത്ത വിധത്തിലാണ് ഉമ്മ എല്ലാം കണ്ട് നിൽക്കുന്നത്. കര മുഴുവനും മഞ്ഞായിരിക്കുള്ളൂ. പള്ളിപ്പുറം മാതാവിൻ്റെ മഞ്ഞ് കാണാൻ വേണ്ടി തമ്മിൽ ആളെ കാണാൻ പറ്റൂല മഞ്ഞുണ്ട്. ഈ ഒരു ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിൽ തന്നെയായിരിക്കണം പരിശുദ്ധ മാതാവ് വിശ്വാസികൾക്ക് മഞ്ഞുമാതാവ് എന്ന കുളിർമയുള്ള ഓർമ്മയാകുന്നത്. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചിക്കോട്ട പിടിച്ചെടുത്തതോടെ നീണ്ടുനിന്ന ഡച്ച് കൊളോണിയൽ ആധിപത്യത്തിന് തിരശ്ശീല വീഴുകയും ബ്രിട്ടീഷ് കൊളോണിയലിസം ആരംഭിക്കുകയും ചെയ്തു. പള്ളിപ്പുറം പള്ളി ആരംഭിച്ച കാലം മുതൽ അത് കൊച്ചിയിലെ പോർച്ചുഗീസ് അധികൃതരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. 1789 കൊച്ചിയിൽ വെച്ചുണ്ടാക്കിയ തീർപ്പ് പ്രകാരം കോട്ടപ്പുറം കോട്ട തിരുവിതാംകൂറിന് വിൽക്കപ്പെടുകയുണ്ടായെങ്കിലും പള്ളിപ്പുറം പള്ളിയും മറ്റു വസ്തുക്കളും ലത്തീൻ ക്രിസ്ത്യാനികൾക്കും കമ്പനിക്കും വിധേയമായി തന്നെ തുടർന്നു. ഈ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജാവ് അനുവദിച്ചു കൊടുത്ത 2 വില്ലക്കാർ ഇന്നും തിരുനാളിന് മാതാവിൻ്റെ രൂപമിറങ്ങുമ്പോൾ അകമ്പടി സേവിച്ചു പോകും. ആയിരത്തി 1905 പള്ളിപ്പുറം പള്ളിയുടെ നിയന്ത്രണം വരാപ്പുഴ രൂപതയ്ക്ക് കീഴിലായി. 1914 ഫാദർ ജോസഫ് ചമ്മണി വികാരിയായി വന്നപ്പോൾ പഴയ പള്ളി പൊളിച്ച് തൽസ്ഥാനത്ത് ഒരു പുതിയ പള്ളി പണിയുന്നതിനുള്ള പ്രയത്നം ആരംഭിച്ചു. വരാപ്പുഴയിലെ പ്രസിദ്ധ വാസ്തുശില്പ വിദഗ്ധനായ സ്പെയിൻകാരൻ ബ്രദർ ലിയോ ബ്രഹ്മാണ്ഡമായ ഒരു ദേവാലയത്തിന് രൂപകൽപ്പന ചെയ്തു. ആയിരത്തി 1934 സ്ഥലം മാറിപ്പോയ ഫാദർ ജോസഫ് ചമ്മണിക്കോ അദ്ദേഹത്തെ തുടർന്ന് വന്ന ഫാദർ മൈക്കൽ നിലവേരത്തിനോ ഫാദർ ആന്റണി മാപ്ലശ്ശേരിക്കോ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല.
1940 വികാരിയായി വന്ന ഫാദർ അഗസ്റ്റിൻ നെടുനിലത്തിൻ്റെ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് പള്ളിപ്പണി പൂർത്തിയായത്. 1962 അദ്ദേഹം സ്ഥലം മാറിപ്പോകുന്നതിന് മുൻപായി ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ ദേവാലയത്തിൻ്റെ പണിയിൽ പൂർണ്ണമായും മേൽനോട്ടം വഹിച്ചത് ബ്രദർ ലിയോയുടെ വിശ്വസ്ത ശിഷ്യനായിരുന്ന ചേരാനല്ലൂർ വെളിപ്പറമ്പിൽ പേറുമേസ്ത്രിയായിരുന്നു. ശിലാഫലകങ്ങളിലുള്ള ഔപചാരിക രേഖപ്പെടുത്തലുകൾക്കുമപ്പുറം പള്ളി എന്ന സ്വപ്നം ജീവിതവ്രതമായെടുത്ത് തോളിലേറ്റിയവരുമുണ്ടാകും. മൗനം പേറുന്ന ഈ ചുവരുകളിൽ അവരുടെ വിയർപ്പ് തുള്ളികൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും. വാക്കുകളുടെ നഖചിത്ര കോറലുകൾക്കിടയിൽപ്പെടാത്ത അവരുടെ നിശ്വാസങ്ങൾ ചിലപ്പോൾ ഈ അന്തരീക്ഷത്തിൽ പരിലസിക്കുന്നുണ്ടാവും. ക്യാൻവാസിലെ നിറക്കൂട്ടുകളാവാൻ കഴിയാതെ, ചരിത്ര താളുകൾക്കിടയിൽപ്പെടാതെ വഴുതിപ്പോയ അവരുടെ നാമങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ തീർച്ചയായും എഴുതി ചേർത്തിട്ടുണ്ടാവും. നമുക്കിടയിൽ നാമായി ജീവിച്ച് നാം അറിയാതെ മൺമറഞ്ഞു പോയവരുമുണ്ടാകും. ചിലപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇന്നും അവർ ജീവിക്കുന്നുണ്ടാവും. ജൂലൈ 3 ക്വ അപ്പത്തിയൂസ് എന്ന തിരുവെഴുത്ത് വഴി കോട്ടപ്പുറം രൂപത സ്ഥാപിതമാവുകയും പ്രഥമ മെത്രാനായി റൊമാനി എത്ത് പൊന്തിഫീച്ചിസ് എന്ന അപ്പോസ്തോലിക ലേഖനത്തിൽ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിയമിതനാവുകയും ചെയ്തു. മര്യഭക്തരായ പോർച്ചുഗീസുകാർ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ നാമത്തിൽ പണിതീർത്ത ദേവാലയം 1557 കൊച്ചി രൂപതയുടെ ഭാഗമായിട്ട് തീർന്നു. 1838 കൊച്ചി രൂപതയും കൊടുങ്ങല്ലൂർ രൂപതയും വരാപ്പുഴ വികാരിയത്തിൻ്റെ ഭാഗമായി തീരുന്നു. 1886 വരാപ്പുഴ അതിരൂപത നിലവിൽ വരുന്നത്. അന്നു മുതൽ ഈ ദേവാലയം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നു. 1987 വരാപ്പുഴ അതിരൂപത വീണ്ടും വിഭജിച്ച് കോട്ടപ്പുറം രൂപത നിലവിൽ വന്നപ്പോൾ പള്ളിപ്പുറം കോട്ടപ്പുറം രൂപതയുടെ കീഴിലായി തീർന്നു. കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഇടവകകളിൽ ഏറ്റവും ചരിത്രപ്രസിദ്ധവും പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രവുമാണ് പള്ളിപ്പുറം പള്ളി. മഞ്ഞുമാതാവിൻ്റെ ദേവാലയം ബസലിക്കയായി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ 2011 ജനുവരി 12 തുടങ്ങി. ഇതിനായി അഭിവന്യ പിതാവ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചു. തുടർന്നുണ്ടായ നടപടിക്രമങ്ങൾക്കൊടുവിൽ 2012 ജൂലൈ 25 പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പയ്ക്ക് വേണ്ടി റോമിലെ ആരാധനാക്രമ തിരുസംഘ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ അന്തോണിയൂസ് കന്നിസാരസെല്ലോവര പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തിക്കൊണ്ടുള്ള ഡിക്രിയിൽ ഒപ്പുവെച്ചു. കോട്ടപ്പുറം രൂപത രജത ജൂബിലി സ്ഥാപനത്തിൻ്റെ ഭാഗമായി നടന്ന പൊന്തിഫിക്കൻ സമൂഹ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികനായ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അഭിവന്യ സാൽവത്തോരെ പെനാക്യു മെത്രാപ്പൊലീത്ത പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയത്തെ ബസിലിക്കയായി പ്രഖ്യാപിച്ചു. കേരള ലത്തീൻ റീത്തിലെ 4ാമത്തെയും കേരള സഭയിലെ 8ാമത്തെയും ബസിലിക്ക ദേവാലയമാണ് പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ ദേവാലയം. ഈ ദേവാലയത്തിന് ബസിലിക്ക പദവി ലഭിക്കുന്നതോടെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അതുവഴി ആധ്യാത്മികപരമായിട്ടുള്ള ഒരു സ്രോതസ്സായിട്ട് ഈ ദേവാലയം മാറുന്നു. ഇടയപരമായ ശുശ്രൂഷയും അഭേദ്യമായിട്ടുള്ള ആത്മീയ ഉന്നതിയും ഈ ദേവാലയത്തിന് അതുവഴി കൈവരിക്കുവാനായിട്ടാകുന്നു. ഈ ദേവാലയത്തിൽ വന്ന് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും
അഥവാ ഈ ദേവാലയത്തിലെ മറ്റ് ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുകയോ ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡമോചനത്തിനുള്ള അർഹത ലഭിക്കുന്നു. പള്ളിപ്പുറം പള്ളിയിലെ തിരുനാൾ ഏതൊരു പള്ളിപ്പുറത്തുകാരനും കേൾക്കാനും പറയാനും ഇഷ്ടപ്പെടുന്ന വാക്ക്. ആ വാക്കിൽ ആഹ്ലാദത്തിൻ്റെ 7 വർണ്ണങ്ങളും തെളിയുന്നു. കരുതലിൻ്റെ മഞ്ഞ് മനസ്സിൽ നിറയുന്നു. പൊഴിഞ്ഞു വീണ ഓർമ്മകൾ, തളിരണിയുന്ന ശിശിരകാലം, ലോകസമാധാന നായകന്റെ ഗർഭം പേറിയ മാതാവിനെ വചനപ്രഘോഷണങ്ങളിലൂടെ കൂടുതൽ അടുത്തറിയുന്നതിനുള്ള പുണ്യദിനങ്ങൾ. ജൂലൈ 30 കൊടി കയറുന്നതോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഇപ്പോഴത്തെ ഭരണകേന്ദ്രമായ കോട്ടപ്പുറം രൂപതയിലെ അഭിവന്ദ്യ പിതാവാണ് കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നത്. പെരുന്നാളിൻ്റെ നടത്തിപ്പുകാരായ പ്രസുതേന്തിമാരും വൈദികരും സന്യസ്തരും വെള്ളവസ്ത്രം ധരിച്ച കുട്ടികളും പല വർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകളും സ്വർണ്ണക്കുരിശുകളും വെള്ളിക്കുരിശുകളും കൊടികളും വാദ്യമേളാധികളും ഒത്തുചേർന്ന് കൊടികയറ്റത്തിന് പകിട്ടുകൂട്ടും. അത്യാഹ്ലാദത്തോടുകൂടിയാണ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മനോഹരമായ ഈ മുഹൂർത്തത്തിൽ പങ്കുചേരുന്നത്. അതുകൊണ്ടുതന്നെ പിതാവിൻ്റെ കരങ്ങളാൽ ഉയരുന്ന മാതാവിൻ്റെ മനോഹരമായ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള കൊടി വിശ്വാസികളുടെ മനസ്സിലാണ് പാറിക്കളിക്കുന്നത്. അതിൻ്റെ അലയടികൾ ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. പിഞ്ചു കുട്ടികൾ പോലും കളികളിലൂടെയും ചിരികളിലൂടെയും അവരുടേതായ നിഷ്കളങ്കമായ ലോകം കണ്ടെത്തുന്നു. ഇതൊക്കെ കൊണ്ടുതന്നെ ആയിരിക്കണം പള്ളിപ്പുറം പള്ളിയിലെത്തുന്ന ഏതൊരാൾക്കും ജീവിതത്തിൻ്റെ ദൈനംദിന സമ്മർദ്ദങ്ങളില്ലാതെ അമ്മയുടെ അടുത്തെത്തിയ മക്കളുടേതുപോലെ ഇവിടെ വിരാജിക്കാൻ കഴിയുന്നത്. പള്ളിപ്പുറത്തെ വീടുകളിൽ തിരുനാൾ സമയത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരുന്നു. ഇത്തരം കൂടിച്ചേരലുകൾ തിരുനാളിൻ്റെ സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടുകയും അത് പള്ളിമുറ്റത്ത് പ്രകടമാകുകയും ചെയ്യുന്നു. പണ്ട് പെരുന്നാൾ കൂടാൻ ഒരുപാട് ആളുകൾ വന്നിരുന്നു. അതിൽ വഴിയാത്രക്കാരും ഉണ്ടാവും, സ്നേഹിതന്മാരും ഉണ്ടാവും. അവർക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുകയും കിടക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു ഒത്തുചേരലും പള്ളിമുറ്റത്ത് നടക്കുന്നുണ്ട്. പള്ളിമുറ്റത്ത് വ്യാപാരത്തിന് വരുന്ന കച്ചവടക്കാരുടെ സംഘം അവരുടെ സ്വകാര്യ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ആഘോഷങ്ങളിൽ നിന്നും ആഘോഷങ്ങളിലേക്കുള്ള അവരുടെ ചേക്കേറൽ പള്ളിപ്പുറത്തുമെത്തുന്നു. കഴിഞ്ഞ കച്ചവടത്തിൻ്റെ ലാഭവും നഷ്ടവും കണക്ക് കൂട്ടി പുത്തൻ പ്രതീക്ഷകളുമായി അവരും ഇവിടെ സ്ഥാനം പിടിക്കുന്നു. ജീവിതത്തിൻ്റെ കടമ്പകൾ കടക്കാൻ ഒരു പെട്ടി മെഴുകുതിരിയുമായി വരുന്നവർ മുതൽ ജീവിതത്തിൻ്റെ പല മുഖങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിലപേശൽ സമ്പ്രദായത്തിൻ്റെ ഗുണപാഠങ്ങൾ വശമുള്ള ഇവിടുത്തെ ഉപഭോക്താക്കളെ നേരിടാൻ ചെറിയ തന്ത്രങ്ങളും മെനയേണ്ടി വരും ഇവിടുത്തെ കച്ചവടക്കാർക്ക്. ഇതൊക്കെ കൗതുകമാകുന്ന ചില രസതന്ത്രങ്ങളാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെയും മഞ്ഞുമാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ കച്ചവടം വളരെ പ്രശസ്തമായിരുന്നു. ഗതാഗത സൗകര്യമില്ലാതിരുന്ന കാലത്ത് പോലും കെട്ടുവള്ളങ്ങളിലും മറ്റുമായി നിരവധി ആളുകൾ സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ എത്തുമായിരുന്നു. ഒരു കാലത്ത് പള്ളിപ്പുറത്തെയും സമീപ പ്രദേശങ്ങളിലെയും വീടുകളിൽ ഇവിടെ നിന്ന് വാങ്ങുന്ന വീട്ടുപകരണങ്ങളായിരുന്നു കൂടുതലും. തിരുനാൾ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ ഉണ്ടാകാറുണ്ടെങ്കിലും അതങ്ങനെ അധികം നീണ്ടു നിൽക്കാറില്ല. തിരുനാൾ ആഘോഷങ്ങൾ പ്രകൃതിയും സ്വാംശീകരിച്ച് മഴയുടെ രൂപത്തിൽ അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതാവാം ഇത്.
റോമിൽ നടന്ന ഒരു ഐതിഹ്യ കഥയുടെ പിൻബലത്തിലാണ് ഓഗസ്റ്റ് 5-ാം തീയതി ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ക്രിസ്തുവർഷം 352. അന്ന് റോമിൻ്റെ ഭരണാധികാരം കൈയാളിയിരുന്നത് ലെബേരിയസ് എന്നു പേരുള്ള മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ റോമിൽ ഭരണാധികാരം നടത്തുന്ന കാലം. അപ്പം അവിടെ ജോൺ ദമ്പതിമാർ, ധനികരായ ഒരു ജോൺ ദമ്പതിമാരുണ്ടായിരുന്നു. അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും മാതാവിൻ്റെ സന്നിധിയിൽ വന്ന്, റോമിലെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും തങ്ങൾക്കൊരു സന്താനത്തെ തരണേയെന്ന് കൈകൂപ്പി യാചിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് ഒരു ആഗസ്റ്റ് മാസം 5-ാം തീയതി അവർക്ക് പെട്ടെന്ന് രാത്രിയിലൊരു ദർശനമുണ്ടായിരുന്നു. ഉറക്കത്തിൽ ദർശനമുണ്ടായി. മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവർക്കൊരു സന്താനത്തെ കിട്ടുമെന്നുള്ള ഒരു അനുഗ്രഹം നൽകി. അനുഗ്രഹം നൽകുക മാത്രമല്ല, മാതാവ് അവരെ എല്ലാ വിധത്തിലും ഒരു ചൈതന്യപൂർണമായൊരു വഴിയിലൂടെ നയിക്കുകയും ചെയ്തു. അപ്പോൾ ആ എസ്കുലിൻ മലയിലാണ് അന്ന് അവരുടെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായി അവർക്ക് ദർശനമുണ്ടായത്. അപ്പോൾ ഈ മലയിലെ ഈ കാഴ്ച, അന്ന് കണ്ട ഈ കാഴ്ചയെക്കുറിച്ച് പിറ്റേന്ന് ജോൺ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോട് സംസാരിച്ചു. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവ് എസ്കുലിൻ മലയിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു, നിനക്ക് സന്താന ഭാഗ്യമുണ്ടാവുമെന്നാണ് മാതാവ് എന്നോട് വചിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ആ സഹധർമ്മിണിയും പറഞ്ഞു, ഞാനും അതേ കാഴ്ച തന്നെ ഇന്നലെ കണ്ടു. മാതാവ് എസ്കുലിൻ മലയിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു, നിനക്കൊരു സന്താനമുണ്ടാവും എന്ന് വാക്ക് തന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി. വളരെ സന്തോഷവാന്മാരായി രണ്ടുപേരും പിറ്റേന്ന് തന്നെ മാർപ്പാപ്പയെ കാണാൻ പോയി. അവർക്കുണ്ടായ ഈ ദർശനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാർപ്പാപ്പയും അത്ഭുതത്തോടു കൂടി പറഞ്ഞത്, ഇതേ ദർശനം ഇന്നലെ രാത്രിയിൽ എനിക്കുമുണ്ടായി എന്നാണ്. അപ്പം 3 പേർക്ക് ഒരേ ദർശനം, വ്യത്യസ്തരായ 3 പേർക്ക് ഒരേ ദർശനം ഒരേ ദിവസം ഉണ്ടായി. അപ്പം ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. പിറ്റേന്ന് വൈദികരെയെല്ലാം കൂട്ടി ജോൺ ദമ്പതിമാരുടെ സാന്നിധ്യത്തിൽ അവർ എസ്കുലിൻ മലയിലെത്തി. മാർപ്പാപ്പയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച തന്നെ വളരെ വ്യത്യസ്തമായ കാഴ്ച. അവിടെ നമ്മുടേതുപോലുള്ള കാലാവസ്ഥയല്ല ആഗസ്റ്റിലുള്ളത്. കത്തിക്കാളുന്ന വെയിലായിരിക്കും. ആ കത്തിക്കാളുന്ന അവസരത്തിലും അവിടെ മഞ്ഞ്, ആ പ്രദേശത്ത് മഞ്ഞ് മൂടിയിരിക്കുന്നതായി, മഞ്ഞ് പുതച്ച് നിൽക്കുന്നതായി അവർക്ക് കാണാൻ കഴിഞ്ഞു. ആ ആഗസ്റ്റ് 5 വിശേഷപ്പെട്ട ഒരു ദിവസമായി അവർക്ക് തോന്നി. അങ്ങനെ അവിടെ ഒരു ദേവാലയം പണിയണമെന്ന് അവർ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു. അതിനുള്ള പണമെല്ലാം, എത്ര വലിയ പണം ചെലവാക്കുന്നതിന് അവർ തയ്യാറായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നാൾ കൊണ്ട് അതിമനോജ്ഞമായ, അതിചൈതന്യവത്തായ ഒരു മാതാവിൻ്റെ പേരിലുള്ള ദേവാലയം ഉയർന്നു. അതിനും അവർ മഞ്ഞു മാതാവിൻ്റെ ദേവാലയം എന്നാണ് പേര് നൽകിയത്. അത് അവിടെ തിരുനാൾ ആരംഭിച്ചതും, അവരുടെ ആദ്യത്തെ തിരുനാൾ ആരംഭിച്ചതും ആഗസ്റ്റ് 5-നാണ്. ആ ആഗസ്റ്റ് 5-ആണ് നമ്മൾ ഇവിടെ മാതാവിൻ്റെ ഇതേപോലെയുള്ള ഒരു അത്ഭുതമൊക്കെ സംഭവിച്ച ഈ മാതാവിൻ്റെ പള്ളിയിലും തിരുനാൾ കൊണ്ടാടുന്നതിന് നമ്മൾ തിരഞ്ഞെടുത്തത് ആ ആഗസ്റ്റ് 5 തന്നെയാണ്. മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന പ്രസ്തുത ദേവാലയം സാന്ത മേരിയ മജോറെ എന്ന നാമധേയത്തിലാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. ഭാരതത്തിൽ മഞ്ഞുമാതാവിൻ്റെ പേരിൽ 2 പള്ളികളേ ഉള്ളൂ. ഒന്ന് പള്ളിപ്പുറത്തും മറ്റൊന്ന് തൂത്തുക്കുടിയിലുമാണ്. വിണ്ണിലെ താരങ്ങൾ മണ്ണിലിറങ്ങിയതുപോലെയാണ് തിരുനാളിനോടനുബന്ധിച്ചുള്ള വെളിച്ച സംവിധാനങ്ങൾ പള്ളിയിലൊരുക്കുന്നത്. ഈ ദീപാലങ്കാരങ്ങളൊന്നും കറണ്ടില്ലായിരുന്നായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എണ്ണവിളക്ക്, വർണ്ണ നിറത്തിലുള്ള എണ്ണവിളക്കുകളാണ് തെളിച്ചിരുന്നത്. അത് കാണാനുണ്ട് എല്ലാവർക്കും. അതേപോലെ ചുമർ ചിത്രങ്ങൾ, അത് വളരെ ഭംഗിയുള്ള, നമ്മൾ എത്ര നോക്കിയാലും മതി, അത് വീണ്ടും വീണ്ടും നോക്കണമെന്ന് തോന്നണം. അതേപോലത്തെ ചിത്രങ്ങളാണ് കണ്ടിരുന്നത്. പള്ളിമുറ്റത്തുകൂടി നടക്കുമ്പോൾ ഇടയ്ക്കിടെ കേൾക്കുന്ന വെടിയൊച്ചകളും കലപില ശബ്ദത്തോടെയുള്ള ചൂളം വിളികളും മുഴങ്ങുന്ന ഭക്തിഗാനങ്ങളും
വെളിച്ചത്തിൻ്റെ വിസ്മയ കാഴ്ചകളും നമ്മെ ഒരു സ്വപ്നലോകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. മഞ്ഞുമാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജലഘോഷയാത്ര ഏറെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് മത്സ്യബന്ധന ബോട്ടിൽ അഴിമുഖത്തേക്ക് പോകും. സമുദ്രം ആശീർവദിച്ചതിന് ശേഷം തിരിച്ചു വരും. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം. മാതാവിൻ്റെ രൂപം സമുദ്രത്തിൽ പ്രവേശിച്ച് ആശീർവദിക്കുന്നത് മൂലം കടലിൽ മത്സ്യസമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് 15 8-ാമിടത്തോടെയാണ് മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ അവസാനിക്കുന്നത്. അന്ന് വൈകുന്നേരത്തെ ദിവ്യബലിക്ക് ശേഷം കൊടിയിറക്കം നടത്തും. ആ കൊടി ആ വർഷത്തെ പ്രസുതേന്തിക്ക് അവകാശപ്പെട്ടതാണ്. പ്രസുതേന്തി ആ കൊടി വൈദികനിൽ നിന്ന് വാങ്ങുന്നതോടെ തിരുനാൾ ചടങ്ങുകൾ അവസാനിക്കുന്നു. ചെയ്തു കഴിഞ്ഞ ഉത്തരവാദിത്വത്തിൻ്റെ നിർവൃതി കൊണ്ടോ മനസ്സിൽ തട്ടിയ ആത്മീയതയുടെ നിറവ് കൊണ്ടോ വൈദികനാൽ സ്വീകരിക്കപ്പെട്ട കൊടിയിൽ 2 തുള്ളി കണ്ണുനീർ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രസുതേന്തി മടങ്ങും. പഴയകാലത്ത് ഈ പെരുന്നാൾ നടത്തുവാനായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ഇന്നത്ര കാശും ഈ പെരുന്നാളിന് വേണ്ടി മുടക്കാനായിട്ട് ഒരുപാട് ആളുകൾ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ സഹായമാണ്. ഇവിടെ ഫിഷിംഗ് ബോട്ടിൻ്റെയൊക്കെ വരവോടുകൂടി വളരെ സമ്പന്നമായൊരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ മത്സ്യബന്ധന മേഖലകൾക്കും തൊഴിലാളികൾക്കും എന്നും താങ്ങും തണലുമാണ് പള്ളിപ്പുറത്തെ മാതാവ്. ഒരു ശരാശരി മനുഷ്യൻ രാവിലെ പ്രാർത്ഥിച്ച് ജീവിതം തുടങ്ങുന്നത് പോലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ തങ്ങളുടെ ബോട്ടുകളുമായി മാതാവിൻ്റെ നടയിൽ വന്ന് വൈദികനാൽ ആശീർവദിക്കപ്പെടുന്ന പരിശുദ്ധ ജലഗണികകളുടെ വിശ്വാസം മനസ്സിൽ സ്വീകരിച്ച് ജീവിതത്തിൻ്റെ ആഴക്കടലിലേക്ക് യാത്ര ആരംഭിക്കും. അതിൻ്റെ ഒരു നിറവ് തന്നെയാണ് ഇവിടുത്തെ മത്സ്യസമ്പദ് വ്യവസ്ഥയിൽ നിഴലിച്ച് കാണുന്നത്. കടലിൽ വെച്ചുണ്ടായ പല പ്രതികൂല സാഹചര്യങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചതുമൂലം അനുകൂലമായതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളിൽ പലർക്കും പറയാനുണ്ട്. 4 നൂറ്റാണ്ട് മുൻപ് ബോട്ട് തകർന്ന് രക്ഷപ്പെട്ട കഥ നാട്ടുകാരനായ ഫ്രാൻസിസിന് പറയാനുണ്ട്. പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ് ആഗസ്റ്റ് 15 അവർ ലേഡി എഫ് എന്ന് പറഞ്ഞ ബോട്ട് ഞങ്ങൾ വെഞ്ചരിക്കുവാൻ കൊണ്ടുപോയി ചെല്ലുകയും പള്ളിയിൽ വെഞ്ചരിച്ച് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. വെഞ്ചരിപ്പും അടിമരിക്കലും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വല്ലാറുപുറത്ത് പോവുകയും വല്ലാറുപുറത്തും അടിമരിക്കുകയും വെഞ്ചരിക്കുകയും ചെയ്തു. അവിടെ നേരെ കൊല്ലത്ത് പോയി. കൊല്ലത്ത് പണിക്ക് പോയിക്കൊണ്ടിരിക്കെ ഞങ്ങളുടെ ബോട്ടിൻ്റെ ടൈമിംഗ് ചെയ്യുമ്പോട്ടുകയും ബോട്ട് കടലിൽ ഒഴുകി നടക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഹെലികോപ്റ്റർ ഞങ്ങളുടെ അടുത്ത് വരികയും അതിൽ ഒരാളിറങ്ങി ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണവും ഒരു കിറ്റ് വെള്ളവും തന്നു. ഞങ്ങളെ ഒരാളെ കൊണ്ടുപോകാമെന്നും ഞങ്ങൾ പറഞ്ഞു 5 പേരെ കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ വരില്ലെന്ന് പറഞ്ഞ് അയാൾ തിരിച്ച് ഞാൻ നേവിയിലേക്ക് ചെന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ വന്ന് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കാറ്റും കൂടും ഉണ്ടാവുകയും ഞങ്ങൾ ആങ്കർ ഇട്ടിരുന്നത് ആങ്കർ മുറിക്കുകയും കാറ്റും കൂടും ശക്തിയായതിൻ്റെ പേരിൽ ഇത് വരാൻ പറ്റാത്ത സാഹചര്യവും എന്തുകൊണ്ടായതിനു ശേഷം ഞങ്ങൾ ഓടി ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരു 5-6 ദിവസം പിന്നെയും കഴിഞ്ഞതിന് ശേഷം ഒരു മീൻ ബോട്ടിൽ ചാടി വീഴുകയും അതിനെ ഞങ്ങൾ 5 പേര് കൂടി ഭക്ഷിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്നത് അത് ഞങ്ങളെ നോക്കി ചിരിക്കുകയും കരയുകയുമായി തോന്നുന്നതായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ 5 പേരും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു ഹിന്ദു ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബോട്ടിൽ. ബോട്ടിൻ്റെ ചുറ്റും
ആമകളുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഒരു ആമന കൊല്ലുന്ന തിന്നാൻ വേണ്ടി, പച്ചയ്ക്ക് തിന്നുവാൻ വേണ്ടി ഇവിടുത്തെ ബോട്ടിലിട്ടു. ഇട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു അവരുടെ ഒരു ദൈവമാണ്, അതിനെ ഉപദ്രവിക്കരുത്, നമ്മളേതായാലും മരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ ഉപേക്ഷിച്ച് വിട്ടു. ബോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങാടാണ് പോയതെന്ന് ഞങ്ങൾക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. കപ്പൽ പോകുന്നതിൻ്റെയും പടിഞ്ഞാറ് വശത്തോടെയാണ് ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. കപ്പൽ ഇവിടെ ഫിഷിംഗ് ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നമാരെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയോ ഞങ്ങളൊരു മലയുടെ അരിയത്തേക്ക് ചെന്നു. ആ സമയം പാമ്പിൽ നിന്ന് പണിക്ക് പോയിരുന്ന ഒരു ബോട്ട് വരികയും ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ബോട്ട് കെട്ടി വിളിച്ച് അവർ പാമ്പിനെ അടുപ്പിക്കുകയും അവിടെ തങ്കച്ചിമഠം എന്നൊരു ആസ്പത്രി അന്ന് ഉദ്ഘാടനമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്തു. അവിടെ വെച്ച് ഞങ്ങൾക്ക് നേവിയുടെ ഷിപ്പ് വരികയും അതിൽ ഗ്ലൂക്കോസ് കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് ചെയ്ത് 2-3 ദിവസം ഞങ്ങൾ ആസ്പത്രി കിടക്കുകയും അവിടെ നിന്ന് നേരെ വേളാങ്കണ്ണി മാതാവിൻ്റെ അവിടെ പോയി അടിമയിരുന്ന് വെഞ്ചരിച്ചും ഞങ്ങൾ നേരെ മഞ്ഞുമാതാവിൻ്റെ പള്ളിയിൽ വരികയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് അന്ന് കടലിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇറങ്ങിയവെന്ന് വെച്ചാൽ ദേവസി എന്ന് പറഞ്ഞ നേവി ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ അടുത്ത് വരികയും പുള്ളി കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് ക്ഷമ പറയുകയും ചെയ്തു. അയാൾ ആ ജോലി രാജിവെച്ച് ഇന്ന് ഗൾഫിൽ പോയിരിക്കുകയാണ്. അയാൾ കടലിൽ വെച്ച് മുങ്ങുമ്പോൾ ഞങ്ങളുടെ പേടി അയാൾക്ക് അപകടത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെന്നുള്ള ഒരു ഭയം മാതാവിൻ്റെ ഇതിൽ അയാൾക്കുണ്ടാവുകയുണ്ടായി. അതിനുശേഷം അയാൾ കടലിൽ ഇതുമാരൊരു മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് അപകടത്തിൽപ്പെടുകയും മാതാവ് അയാളെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയതായിട്ട് അയാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റിലും കോളിലും കടലിലും തിരയിലും മഴയത്തും വെയിലത്തും ഉപജീവനത്തിനായി പാടുപെടുന്ന നാനാജാതി മതസ്ഥരായ മക്കളുടെ ആശ്രയമായ മഞ്ഞുമാതാവേ എന്ന പ്രാർത്ഥന മാതാവിൻ്റെ നൊവേന പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടതാണ്. പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്കയുടെ സ്ഥാനചിഹ്നത്തിൽ ചേർത്തിരിക്കുന്ന മത്സ്യബന്ധന നൗകയുടെ ചിത്രം മത്സ്യബന്ധന മേഖലയുമായി പണിയെടുക്കുന്നവരുടെ മധ്യസ്ഥ എന്ന സംജ്ഞയാണ് സൂചിപ്പിക്കുന്നത്. ജോലി ചെയ്യുക എന്നത് ഒരു ശരാശരി മനുഷ്യൻ്റെ കർത്തവ്യമാണ്. അത് ചിലപ്പോൾ ഒരു വൈദഗ്ധ്യ സേവനമാവാം, സർഗാത്മതയാവാം, അല്ലെങ്കിൽ അധ്വാനമാവാം. ഇതിനുമപ്പുറം കേവലം മനക്കരുത്തുകൊണ്ട് മാത്രം ജോലികൾ ചെയ്യുന്നവരുമുണ്ട്. പള്ളിപ്പുറത്തിൻ്റെ മുറ്റത്ത് മനക്കരുത്തിൻ്റെ സ്ത്രീ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാകും. ചിലപ്പോൾ നമ്മൾ നേരെ നോക്കുന്ന ഫ്രെയിമുകളിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ആ ഫ്രെയിമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കും. മരണമെന്ന സത്യത്തിന് ശേഷം അവശേഷിക്കുന്ന ഭൗതികതയെ മണ്ണിലേക്ക് നയിക്കുന്ന കാലാളുകൾ, മണ്ണ് മണ്ണോട് ചേരുന്നതിൻ്റെ അവസാന കണ്ണി. സെമിത്തേരി സൂക്ഷിപ്പുക. ഇപ്പോൾ പള്ളിപ്പുറം പള്ളിയുടെ സെമിത്തേരിയുടെ ചുമതല ബേബി എന്ന ഒരു സ്ത്രീക്കാണ്. ഈ ജോലി ആദ്യം എൻ്റെ അമ്മയാണ് ചെയ്തിരുന്നത്. അമ്മ മരിച്ചതിന് ശേഷം ഞാനിത് ഏറ്റെടുത്തു എന്ന് വളരെ അഭിമാനത്തോടെയാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ അവർക്കും അവരുടേതായ ആദർശങ്ങളും സംതൃപ്തികളും ഉണ്ടാകും. ക്രിസ്തീയ വിശ്വാസമനുസരിച്ചുള്ള മരണത്തിനും ഉയർപ്പിനും ഇടയിലാണ് അവരുടെ ഭൗതിക സ്ഥാനം. എന്തൊക്കെ തന്നെ ആയാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ മഹനീയമായൊരു പരിഗണന അവർക്കുണ്ടാവുക തന്നെ ചെയ്യും. മാറ്റമില്ലാതെ തുടരുന്ന മാറ്റങ്ങൾക്കിടയിലും മാറ്റമില്ലാത്ത ചില ജീവിതക്രമങ്ങളും പള്ളിപ്പുറത്തെ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. അതിരാവിലെ മുഴങ്ങുന്ന പള്ളിമണിയുടെ തുടർനാദങ്ങൾ ജീവിത താളങ്ങളുടെ ആദ്യ താളമായി കരുതുന്നവരാണ് വിശ്വാസികളിലേറെ. കുതിച്ചുപായുന്ന അത്യാധുനിക മോട്ടോർ വാഹനങ്ങളുടെ ഇടയിലൂടെ കയ്യിൽ ജപമാലയും മനസ്സിൽ വിശ്വാസവുമായി ജീവിതതാളം തേടിയെത്തുന്ന വാർദ്ധക്യത്തിൻ്റെ കരുത്തുറ്റ നഗ്നപാദങ്ങളുടെ കാലൊച്ചകൾ പള്ളിപ്പുറത്തെ പാതയോരങ്ങളിൽ കാതോർത്താൽ നമുക്ക് കേൾക്കാൻ സാധിക്കും.
വിശുദ്ധ ജലം നെറുകയിൽ വീഴുന്ന കാലം തുടങ്ങിയുള്ള യാത്രകൾ, ബാഹ്യ അലങ്കാരമായ ശരീരം സെമിത്തേരിയിലെ 6 അടി മണ്ണിൽ ഇഴുകിച്ചേരുന്നതുവരെ തുടരുന്നു. പ്രഭാതത്തിലുള്ള കുളിർമഞ്ഞിൻ്റെ തണുപ്പിൽ പള്ളിയിലെ പ്രാർത്ഥനാഗീതങ്ങൾ കൂടി അലതല്ലുന്നതോടെ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ഒരു പുതുജീവൻ ലഭിക്കുന്നു. വാർദ്ധക്യാരിഷ്ടതയിലും മുടങ്ങാതെ അതിരാവിലെയുള്ള പള്ളിയിൽ പോക്കിനെക്കുറിച്ച് യൗവന തീഷ്ണമായാണ് ഇവിടെ എത്തുന്ന പ്രായമായവരിൽ പലരും പറയുന്നത്. ഇവരൊക്കെ പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകങ്ങളാണ്. പണ്ട് മഞ്ഞാൽ മറച്ചൊരി പള്ളിപ്പുറം പള്ളി, ഈ കാവൽ കൈവഴി ഹർഷം പകർന്നു മാതാവ്. പണ്ട് മഞ്ഞാൽ മറച്ചൊരി പള്ളിപ്പുറം പള്ളി, ഈ കാവൽ കൈവഴിയിൽ ഹർഷം പകർന്നു പീരങ്കിയുതിർത്തു പ്രാലേയ വർഷം ആയി നാടു കാത്തു അണിചേരാം വാഴ്വേകാം മാതാവ്. പണ്ട് മഞ്ഞാൽ മറച്ചൊരി പള്ളിപ്പുറം പള്ളി, ഈ കാവൽ കൈവഴിയിൽ ഹർഷം പകർന്നു മാതാ. വാരിധി നടുവിൽ യന്ത്രം നിലച്ചു ആഴിയിലൊഴുകിയലഞ്ഞു യാനം. വാരിധി നടുവിൽ യന്ത്രം നിലച്ചു ആഴിയിലൊഴുകിയലഞ്ഞു യാനം. പുതുഹസ്തം പുൽകാനാശ്രയം തേടി മമ ഹൃദയം തേങ്ങി വിളിച്ചു. മഞ്ഞുമാതാവേ 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 മഞ്ഞുമാതാവേ. അല്ലൽ പൊഴിഞ്ഞു മാർഗം തെളിഞ്ഞു തീരമണഞ്ഞു ഇരാകെ. അല്ലൽ പൊഴിഞ്ഞു മാർഗം തെളിഞ്ഞു തീരമണഞ്ഞു ഇരാകെ. മാതാവ് പണ്ട് മഞ്ഞാൽ മറച്ചൊരി പള്ളിപ്പുറം പള്ളി, ഈ കാവൽ കൈവഴി ഹർഷം പകർന്നു മാതാ. പീരങ്കിയുതിർത്തു പ്രാലേയ വർഷം ആയി നാടു കാത്തു അണിചേരാം വാഴ്വേകാം മാതാവ്. പണ്ട് മഞ്ഞാൽ മറച്ചൊരി പള്ളിപ്പുറം പള്ളി, ഈ കാവൽ കൈവഴിയിൽ ഹർഷം പകർന്നു